ചിതലി മഞ്ഞളൂർ റോഡ് തകർന്നിട്ട് മാസങ്ങളായി. തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. നാട്ടുകാരും ഓട്ടോക്കാരും പാതയിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. 12 വർഷം മുമ്പാണ് ഈ പാത ടാർ ചെയ്തത്. അതിനുശേഷം അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല. അറ്റകുറ്റപ്പണിയില്ലാതെ റോഡ് മുഴുവൻ കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. ഓട്ടോക്കാരും ബസ് യാത്രക്കാരും നിത്യവും രോഗികളാകേണ്ട അവസ്ഥയിലാണ്. വാഹനങ്ങൾ നിരന്തരം കേടുവരുന്നതായും പറയുന്നു. ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു 14 വർഷമായിട്ട് ടാർ ചെയ്ത ശേഷം പാച്ച് വർക്കും ഇല്ല, ഒരു വർക്കും നടക്കാണ്ട് കുണ്ടും കുടിയായിട്ട് ഗതാഗത യോഗ്യമേ അല്ല. രോഗികൾക്ക് പോകാനും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട്. സ്കൂള് ഒരു രണ്ട് സ്കൂള്, സർക്കാർ ഹെൽത്ത് സെൻറ്റർ, ഫോറസ്റ്റ് ഓഫീസ്, ഭവൻസ് സ്കൂള്, ഒരു ദിവസം ഒരു 100ഓളം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നുണ്ട്. യാത്ര ചെയ്യാൻ തന്നെ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. ഒരു വണ്ടിക്കാർ വിളിച്ചാൽ കൂടി ഇങ്ങോട്ടേക്ക് വരുന്നില്ല. വരികയാണെങ്കിലും ഭയങ്കര ഓട്ടോക്കാരിൻ്റെ തന്നെ എല്ലാം കൊണ്ടും എല്ലാം ബുദ്ധിമുട്ടാണ്. പറയുമ്പോൾ അവർ നേരാക്കാൻ പാസ്സായിട്ടുണ്ട് പറഞ്ഞിട്ട് തന്നെ 5-6 കൊല്ലമായി. ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നേരാക്കുമെന്ന് വിചാരിക്കണം, വോട്ട് കിട്ടണ്ട അതിന് വേണ്ടിയിട്ട്. സ്വകാര്യ വിദ്യാലയങ്ങളുള്ളതിനാൽ സ്കൂൾ ബസ്സുകളും ഇതിലൂടെ യാത്ര ചെയ്യാറുണ്ട്. വിദ്യാർത്ഥികളും ദുരിതം പേറേണ്ട അവസ്ഥയിലാണ്. ചിതലി മുതൽ വെട്ടുകാട് വരെയാണ് റോഡ് താറുമാറായി കിടക്കുന്നത്. ദേശീയപാതയിൽ വാഹനമിറങ്ങി നിരവധി യാത്രക്കാരാണ് ഇതുവഴി യാത്ര ചെയ്യുന്നതെന്ന് ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ റോഡിൽ കൂടി ഓടി വണ്ടികൾക്കൊക്കെ കംപ്ലൈൻറ്റ് ഇതൊക്കെ ആയി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഓടാൻ പറ്റുന്നില്ല. സ്ത്രീകളും കുട്ടികളും നിറയെ യാത്രക്കാരുള്ളതാണ്. വിളിച്ചാൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ റോഡിൻ്റെ ഇതുകൊണ്ട്. ഞങ്ങൾക്ക് എന്നും വർക്ക്ഷോപ്പിൽ പോകാനേ സമയമുള്ളൂ ഈ റോഡിൽ ഓടിയിട്ട്. ആ ഓട്ടോ ഓടിയിട്ട് ഒരാഴ്ചയിലുള്ളിൽ ഓരോ വർക്കുകളും എന്താണെന്ന് പറയുന്നില്ല, എല്ലാ ഓട്ടോന് മൊത്തത്തിൽ കംപ്ലൈൻറ്റ് തന്നെ വരുന്നുള്ളൂ. ഓടിക്കിട്ടുന്ന പൈസ അതിലേക്ക് പോകാനേ ഉള്ളൂ. പിന്നെ സ്ത്രീകൾ കുട്ടികളുമായിട്ട് 2 വീലർ വരുന്നുണ്ട്, അവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം വാഹനം റിപ്പയർ ചെയ്യേണ്ട സ്ഥിതിയിലാണ്. UTV ന്യൂസ്, പാലക്കാട്.